ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അത് ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സിലെ 4th സെക്ഷൻ ആണ് റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ്. ഇതിന്റെ പ്രിസീഡിംഗ് സെക്ഷൻസ് ഞങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. സോ റീവിസിറ്റിംഗ് ഇറാഷണൽ നമ്പേഴ്സ്. What is an irrational number? A number S is called irrational if it cannot be written in the form P by Q. P by Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. Where P and Q are integers, where Q not equal to 0. So അതിന്റെ എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ? √2, √3, etc. √p where P is a prime. അപ്പം P by Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് where Q not equal to 0, where P and Q are integers. അതിനെയാണ് നമ്മൾ ആക്ച്വലി ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എക്സാമ്പിൾസിൽ √2, √3, etc. √p എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സാണ് നമ്മൾ പ്രൂവ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു തിയറമാണ് ഏത്? ഇഫ് പി ഇസ് എ പ്രൈം, പി എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പി എനെയും ഡിവൈഡ് ചെയ്യും. എ ഇസ് എ പോസിറ്റീവ് ഇൻറ്റീജർ. എന്തായി തിയറം പറയുന്നത്? പി ഒരു പ്രൈം നമ്പർ ആണ്. പി എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പി എനെയും ഡിവൈഡ് ചെയ്യും. where a is a positive integer. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 6 സ്ക്വയർ എടുത്തു. 6 സ്ക്വയറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കൺസിഡർ ചെയ്യാം. 6 സ്ക്വയറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്താ? 2 × 2 × 3 × 3. ഈ കേസിൽ നോക്കുകയാണെങ്കിൽ 3 എന്ന് പറയുന്നത് 36നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 3 എന്ന് പറയുന്നത് 36നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം 6ലേക്ക് കിടക്കുകയാണെങ്കിൽ 6 സ്ക്വയറിനെ മാറ്റി നമ്മൾ 6നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 6 is equal to 2 × 3 ആണ്. അതും 3 എന്ന് പറയുന്നത് 6നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രൈം നമ്പർ നമ്മൾ 3 ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. 3 ഒരു പ്രൈം ആണ്. 3 എന്ന് പറയുന്നത് 6 സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, 6 is equal to 2 × 3 ആണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് 6നെ ഡിവൈഡ് ചെയ്യും. 3 എന്ന് പറയുന്നത് 6നെ ഡിവൈഡ് ചെയ്യും. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ഫോർ എക്സാമ്പിൾ 6 സ്ക്വയർ ഈക്വൽ ടു 36. ഇനി നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് √2, √3, etc. എന്ന് പറയുന്നത് √p, where p is a prime number എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പേഴ്സ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യും. സോ നമുക്ക് നെക്സ്റ്റ് √2 എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യാം. സോ നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് √2 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് √2 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്. സോ by the definition of rational numbers we can write √2 is equal to p by q, where p and q are integers and q not equal to 0. So to prove that √2 is irrational, first we are considering √2 is rational. So we can write √2 equal to p by q, where q not equal to 0. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് p-നും q-നും 1 അല്ലാത്തൊരു കോമൺ ഡിവൈസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അസ്യൂം ചെയ്യും. സോ പിനും ക്യൂനും 1 അല്ലാത്തൊരു കോമൺ ഡിവൈസ് എക്സിസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ പിനെയും ക്യൂനെയും ആ കോമൺ ഡിവൈസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ വി വിൽ ഗെറ്റ് ദാറ്റ് √2 is equal to a by b. നമ്മൾ ഇതിനൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 6/4 ഉണ്ട്. 6നും 4നും കോമൺ ഡിവൈസ് 2 അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ 2നെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3യും 2ഉം കിട്ടും. ആൻഡ് ഓൾസോ ഇൻ ദിസ് കേസിൽ നമുക്ക് എന്ത് കിട്ടി? √2 equal to a by b കിട്ടി. എയും ബിയും കോപ്രൈംസ് ആണ്. എക്കും ബിക്കും 1 അല്ലാത്തൊരു കോമൺ ഡിവൈസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് ആക്ച്വൽ ഡെഫിനിഷൻ ഓഫ് കോപ്രൈംസ്. എയും ബിയും കോപ്രൈംസ് ആണ്. എക്കും ബിക്കും 1 അല്ലാത്തൊരു കോമൺ ഡിവൈസർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? √2 equal to a by b എന്ന് കിട്ടി. ഇനി നമ്മളിതിനെ റീ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? വിച്ച് ഇംപ്ലൈസ് √2b is equal to a എന്ന് കിട്ടി. ഇനി നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2b² is equal to a² എന്ന് കിട്ടി. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2b² is equal to x². സോ ഇതിൻ്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 divides a². ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആക്ച്വൽ മീനിങ് ആണ് എന്ത്? 2 divides a² ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 divides a². സോ ബൈ പ്രീവിയസ് തിയറം നമുക്ക് എന്ത് പറയാം? പി ഒരു പ്രൈം നമ്പർ ആണ്. പി a² ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പി എനെയും ഡിവൈഡ് ചെയ്യും. സോ ഇനി നമുക്ക് എന്ത് എഴുതാം? 2 divides a. സോ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് പറയാം? 2 divides a².
പ്രീവിയസ് തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? 2 ഡിവൈഡ്സ് എ. 2 ഡിവൈഡ്സ് എ ആണെങ്കിൽ നമുക്ക് എനെ 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതിക്കൂടെ? സോ 2 ഡിവൈഡ്സ് എ ഇംപ്ലൈസ് 2c is equal to a. So 2 divides a implies 2c equal to a. നമ്മൾ ഇനി 2c equal to a നെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ ഇക്വേഷൻ സ്റ്റാർ എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ 2c equal to a നെ 2b² equal to a സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2b² is equal to 4c² എന്ന് കിട്ടി. സോ ഇതിന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2നെ നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? b² is equal to 2c² എന്ന് കിട്ടി. സോ b² equal to 2c². 2b² equal to a² എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എഴുതിയത്? 2 എന്ന് പറയുന്നത് a² ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ b² equal to 2c² എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 എന്ന് പറയുന്നത് b² ഡിവൈഡ് ചെയ്തു എന്ന് എഴുതാം. അപ്പം 2 ഡിവൈഡ്സ് b². 2 ഡിവൈഡ്സ് b² ആണെങ്കിൽ പ്രീവിയസ് തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? 2 ഡിവൈഡ്സ് b എന്ന് പറയാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്ക് 2 എന്ന് പറയുന്ന ഒരു കോമൺ ഡിവൈസർ ഉണ്ട്, അതേപോലെ ബിനും 2 എന്ന് പറയുന്ന ഒരു കോമൺ ഡിവൈസർ ഉണ്ട്. ബട്ട് ഇൻ ദിസ് കേസ് എയും ബിയും കോപ്രൈംസ് ആണ്. എയും ബിയും കോപ്രൈംസ് ആണെങ്കിൽ അവർക്ക് 1 അല്ലാത്തൊരു കോമൺ ഡിവൈസർ അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. സോ ഇൻ ദിസ് കേസ് വി ഗെറ്റ് ദാറ്റ് 2 എന്ന് പറയുന്ന ഒരു കോമൺ ഡിവൈസർ ആണ് എയുടെയും ബിയുടെയും. അതൊരു കോൺട്രഡിക്ഷൻ ആണ്, കാരണം എയും ബിയും കോപ്രൈംസ് ആണ്. 2 എന്ന് പറയുന്ന ഒരു കോമൺ ഡിവൈസർ അവർക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. 1 മാത്രമായിരിക്കും അവരുടെ ഒരു കോമൺ ഡിവൈസർ. സോ നമ്മൾ എടുത്ത അസംഷൻ തെറ്റാണ്. നമ്മൾ എന്താ അസ്യൂം ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്? √2 എന്ന് പറയുന്നത് p/q, where p and q are integers, q not equal to 0. √2 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ അസംഷൻ തെറ്റാണ് ആക്ച്വലി. അപ്പോൾ √2 എന്താണ്? √2 എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ തന്നെയാണ്. അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതേ സെയിം മെത്തേഡ് വെച്ചിട്ട് √3 എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ ആണ് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് അത് നോക്കാം. സോ നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് √3 എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ ആണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യും √3 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യും. √3 റാഷണൽ നമ്പർ ആണ്. നമുക്ക് എന്ത് ഫോമിൽ എഴുതാം? √3 equal to p/q, where q not equal to 0. സോ √2ന്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്ത പോലെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാണ് പിക്കും ക്യൂനും 1 അല്ലാത്തൊരു കോമൺ ഡിവൈസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പിനെയും ക്യൂനെയും ആ കോമൺ ഡിവൈസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √3 is equal to a/b എന്നുള്ള ഫോമിൽ കിട്ടും. വേർ a and b are കോപ്രൈംസ്. അവർക്ക് 1 അല്ലാത്തൊരു കോമൺ ഡിവൈസ് എക്സിസ്റ്റ് ചെയ്യില്ല. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √3b is equal to a. Squaring on both sides we will get that 3b² is equal to a². 3b² is equal to a², which means that 3 divides a². So previous theorem വെച്ച് നമുക്ക് എന്ത് പറയാം? Again, which implies 3 divides a. 3 divides a ആണെങ്കിൽ നമുക്ക് a നെ 3ന്റെ മൾട്ടിപ്പിളിന്റെ ഫോമിൽ എഴുതിക്കൂടെ? Which implies 3c is equal to a. നമ്മൾ ഈ 3c equal to a എന്ന് പറയുന്ന ഇക്വേഷനെ 3b² equal to a² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3b² is equal to a² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3b² is equal to 9c² കിട്ടി. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ 3നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? b² is equal to 3c². ഇതിന്റെ മീനിങ് എന്താ? 3 divides b². 3 divides b² ആണെങ്കിൽ പ്രീവിയസ് തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? 3 divides b എന്ന് പറയാം. അപ്പം ഈ കേസിൽ എക്കും ബിക്കും 3 എന്ന് പറയുന്ന ഒരു കോമൺ ഡിവൈസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ അസ്യൂം ചെയ്തത്? എയും ബിയും കോപ്രൈംസ് ആണ്. അവർക്ക് 1 അല്ലാത്തൊരു കോമൺ ഡിവൈസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഇവിടെ എക്കും ബിക്കും 3 എന്ന് പറയുന്ന ഒരു കോമൺ ഡിവൈസ് എക്സിസ്റ്റ് ചെയ്യുന്ന നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ അസംഷൻ തെറ്റാണ്. നമ്മൾ എന്താ അസ്യൂം ചെയ്തത്? √3 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പറാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ ആക്ച്വലി √3 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പറാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 5 - √3 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പറാണ് നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിനി അത് നോക്കാം. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 - √3 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പറാണ്. സോ നമ്മൾ അസ്യൂം ചെയ്യാണ് നേരത്തെ കേസൊക്കെ പോലെ തന്നെ 5 - √3 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പറാണ്. നമുക്ക് 5 - √3 എങ്ങനെ എഴുതാം?
5 minus root 3 is equal to P by Q, where Q not equal to 0. സോ ഈ കേസിലും Pനും Qനും വണ്ടല്ലാത്തൊരു കോമൺ ഡിവൈസ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ Pനെയും Qനെയും ആ കോമൺ ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 minus root 3 is equal to A by B, where B not equal to 0യും എയും ബിയും കോപ്രൈംസും ആണ്. നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 minus A by B is equal to root 3 എന്ന് കിട്ടി. സോ ഈ കേസിൽ ഈ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റാഷണൽ നമ്പർ ആയിരിക്കും കിട്ടുക. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 5 minus 1/2. 5 minus 1/2 എന്ത് കിട്ടുക? 9/2. ഇതൊരു റാഷണൽ നമ്പർ അല്ലേ? സോ നമുക്ക് 5 minus A by B ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റാഷണൽ നമ്പർ ആണ് കിട്ടുക. സോ ഈ സൈഡ് നമുക്ക് ഒരു റാഷണൽ നമ്പർ ആയിരിക്കും കിട്ടുക. ഇത് റാഷണൽ നമ്പർ ആണെങ്കിൽ റൂട്ട് 3 ഒരു റാഷണൽ നമ്പറായി പോകില്ലേ? പക്ഷേ ആക്ച്വലി റൂട്ട് 3 എന്താ ഒരു ഇറാഷണൽ നമ്പർ ആണ്. സോ നമ്മൾ റൂട്ട് 3 എന്ന് പറയുന്ന ഇറാഷണൽ നമ്പർ എന്നുള്ള കണ്ടീഷനെ നമ്മൾ 5 minus root 3 equal to റാഷണൽ നമ്പർ എന്ന് എടുക്കുമ്പോൾ ആ കണ്ടീഷൻ വയലേറ്റ് ചെയ്യും. സോ നമ്മുടെ അടുത്ത അസംഷൻ തെറ്റാണ്. 5 minus root 3 എന്ന് പറയുന്ന റാഷണൽ നമ്പറാണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ ആക്ച്വലി 5 minus root 3 എന്ന് പറയുന്ന ഒരു ഇറാഷണൽ നമ്പർ തന്നെയാണ്. സോ ഈ സെക്ഷനിൽ ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.